ഹായ് ഫ്രണ്ട്സ്, SCRT മാത്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് ബഹുഭുജങ്ങൾ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പല PSC പരീക്ഷകളിലും ബഹുഭുജങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. LDC ആണെങ്കിലും LP UP ആണെങ്കിലും അതല്ല ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും ഏത് PSC പരീക്ഷയാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബഹുഭുജങ്ങൾ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വരുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമാണ്, ബഹുഭുജങ്ങൾ എന്ന് പാഠം. അപ്പൊ അതിൽ നിന്ന് ബഹുഭുജങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇസ്മായിൽ കാരടി സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ബഹുഭുജങ്ങൾ എന്ന് മനസ്സിലാക്കാം. 3 അതിലധികമോ വശങ്ങളുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ ബഹുഭുജങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ ത്രികോണം, സമചതുരം, ചതുരം, പഞ്ചഭുജം തുടങ്ങിയ പല രീതിയിലുള്ള 2D ഫിഗേഴ്സ് പറയാറുണ്ട്, ദ്വിമാന രൂപങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് എന്ത്? ബഹുഭുജം. ഇംഗ്ലീഷിൽ നമ്മൾ പോളിഗൺസ് എന്ന് പറയും. അപ്പൊ ഈ പോളിഗൺസിൽ നമുക്ക് ഒരു 10 വശങ്ങൾ വരെയുള്ള പോളിഗൺസിന്റെ പേരുകൾ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ 3 വശമുള്ള ബഹുഭുജത്തിന്റെ പേര് നമുക്കറിയാം, ത്രികോണം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം 10 വരെയുള്ളതിന്റെ പേരുകൾ നമ്മളിവിടെ ടേബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം 3 വശങ്ങളുള്ള ബഹുഭുജം ത്രികോണം, നമുക്ക് അറിയുന്ന പേരാണ്. രണ്ടാമത്തേത് ചതുർഭുജം, ഇംഗ്ലീഷിൽ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അതുപോലെ 5 വശങ്ങളുള്ളതിന് പഞ്ചഭുജം, പെന്റഗൺ എന്ന് പറയാറുണ്ട്. 6 വശങ്ങളുള്ളതിന് ഷഡ്ഭുജം എന്ന് പറയാറുണ്ട്. 7 വശങ്ങളുള്ളതിന് സപ്തഭുജം എന്ന് പറയാറുണ്ട്. 8 വശങ്ങളുള്ള ബഹുഭുജത്തിന് അഷ്ടഭുജം എന്ന് വിളിക്കും. 9 എണ്ണത്തിന് നവഭുജം, 10 എണ്ണത്തിന് ദശഭുജം. അപ്പോ 3 വശമാണ് ഏറ്റവും മിനിമം. അതിന് മേലോട്ട് എത്ര വശങ്ങൾ വേണമെങ്കിലും ആവാം. 10 വരെയുള്ളതിന്റെ പേരുകൾ ജസ്റ്റ് ഓർമ്മയിൽ ഉണ്ടാവുക. കാരണം 2017 LDCയില് ഷഡ്ഭുജം എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല പരീക്ഷകളിലും ഈ ഒരു പേര് അതുപോലെ വെക്കും. അപ്പൊ ആ ഒരു പേര് കണ്ടാൽ അതിൽ എത്ര വശങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റണം. അതുകൊണ്ട് തന്നെ 3 മുതൽ 10 വരെയുള്ള ബഹുഭുജങ്ങളുടെ പേരുകളും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പൊ എന്താണ് ബഹുഭുജം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ബഹുഭുജവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വേറെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കാം. അപ്പൊ അടുത്തതായിട്ട് ബഹുഭുജവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം നമുക്കറിയാം, ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് വെച്ചാൽ നമുക്കറിയാം. എത്രയാണ് ത്രികോണത്തിലെ കോണുകളുടെ തുക? 180 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 180 ഡിഗ്രിയാണ് ത്രികോണത്തിലെ കോണുകളുടെ തുക. 3 വശങ്ങളുള്ള ഒരു ഫിഗർ ആണ് ത്രികോണം. അപ്പൊ ഇതിന്റെ 3 വശങ്ങളും കൂടെ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? അത് ഈ ബഹുഭുജത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. അതായത് ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക കാണാനുള്ള സമവാക്യം n-2 × 180 ഡിഗ്രി എന്നാണ്. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം, എത്ര സൈഡ് ഉണ്ടോ അതാണ് n. അപ്പൊ ത്രികോണമാകുമ്പോൾ നമുക്കറിയാം ത്രികോണത്തിൽ 3 സൈഡാണ് ഉള്ളത്. ത്രികോണം 3 സൈഡുകളുള്ള ഫിഗർ ആണ്. അപ്പൊ അവിടെ n-2 × 180 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? 3 - 2 × 180 ഡിഗ്രി എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 180 എന്ന് തന്നെ കിട്ടും. 180 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ഉത്തരം. 1 × 180 എന്ന് തന്നെ കിട്ടും. 4 വശങ്ങളാവുമ്പോഴോ ഇപ്പൊ ചതുരം അല്ലെങ്കിൽ സമചതുരം, അതല്ലെങ്കിൽ 4 വശമുള്ള വേറൊരു ഫിഗർ സാമാന്തരികം. ഇതിന്റെയൊക്കെ കോണുകളുടെ തുക എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 - 2 × 180. അപ്പൊ എത്ര സൈഡുകളുള്ള ഫിഗേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസിന്റെ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ, ഏത് പോളിഗണും ആയിക്കോട്ടെ, അതിന്റെ ഉള്ളിലുള്ള ഇന്റീരിയർ ആംഗിൾസിന്റെ തുക അകം കോണുകൾ എന്നും പറയും. ജസ്റ്റ് കോണുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അകം കോണാണ്, ഉള്ളിലുള്ള കോണാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഇവിടെയുള്ള കോണുകളാണ്. ഇതിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ n-2 × 180 ഡിഗ്രി. ഇത് ബൈഹെർട്ട് ചെയ്ത് വെക്കുക. ഇത് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റിൽ തന്നെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇതിലെ ചില ചോദ്യങ്ങളൊക്കെ ഇപ്പൊ 2021 - 2022 ഒക്കെ നടന്ന പരീക്ഷയിൽ ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ അതേ വാല്യൂ വെച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? അപ്പൊ നമ്മൾ ഇപ്പൊ ഇക്വേഷൻ പഠിച്ചിട്ടേ ഉള്ളൂ. എന്തായിരുന്നു ഇക്വേഷൻ? n-2 × 180 ഡിഗ്രി. n-2 × 180 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം,
എത്ര വശങ്ങളുണ്ടോ അതാണ് n. അപ്പൊ ഈ ചോദ്യത്തിൽ n-ന്റെ വില എത്രയാകും? n-ന്റെ വില 52. 52-ൽ നിന്നും 2 കുറക്കുന്നു ഇൻറ്റു 180. അപ്പൊ എത്രയായി? ഇവിടെ 50 ആയി. 50 ഇൻറ്റു 180 ഡിഗ്രി എന്ന് വരും. 5 ഇൻറ്റു 18 90. 2 0 9000 ഡിഗ്രി. അപ്പോൾ 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയായിരിക്കും? 9000 ഡിഗ്രി ആയിരിക്കും മൊത്തം വരുന്നത്. ഇത് എങ്ങനെ കണ്ടെത്തി? n-2 ഇൻറ്റു 180 ആ ഒരു ഇക്വേഷൻ നമ്മൾ ബൈഹേർട്ട് ചെയ്യണം. n-ന്റെ വില ഇവിടെ 52 ആണ്. n-2 എന്ന് പറഞ്ഞാൽ 52-ൽ നിന്ന് 2 കുറച്ചു 50 ആയി. 50 ഇൻറ്റു 180 ചെയ്തു. 9000 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഇതിൽ നിന്ന് PSC ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. 2021 ഒരു മെയിൻസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. 13 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യനിൽ കോണ് എന്ന് മാത്രമാണ് എടുത്തു പറഞ്ഞതെങ്കിൽ അത് ഇന്റീരിയർ ആയിട്ടുള്ള ആംഗിൾ ആണ്, ഉള്ളിലുള്ള കോണാണ്. അതിന് നമ്മൾ വേറൊരു പേര് പറയാ അകംകോണ് എന്ന് പറയാറുണ്ട്. അകംകോണ്, അകത്തുള്ള കോണ് എന്നുള്ള അർത്ഥത്തിൽ അകംകോണ്. അല്ലെങ്കിൽ വേറൊരു വേർഡ് യൂസ് ചെയ്യുന്നത് ആന്തരകോണ്. ഇതൊക്കെ ഒരേ സാധനങ്ങൾ തന്നെയാണ്. ആന്തരകോണ്, ഇന്റീരിയർ ആംഗിൾ. അകംകോണ്, ആന്തരകോണ്, ജസ്റ്റ് കോണ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പോൾ 13 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ചോദിച്ചാൽ 13 - 2 ഇൻറ്റു 180 എന്നാണ് വരിക. 13 - 2 ചെയ്യുമ്പോൾ 11 ആവും. 11 ഇൻറ്റു 180 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 198 1980 ഡിഗ്രി. 1980 ഡിഗ്രി. അപ്പൊ ഇത് PSC ചോദിച്ച ചോദ്യമാണ്. 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെയിം വാല്യൂ ചോദിച്ചതാണ്. അപ്പൊ ഇതുപോലെ ഈ ഒരു ഇക്വേഷൻ n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് വീണ്ടും വേറെയും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു 2 വർഷത്തിൽ തന്നെ വേറെയും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യം ഇനി നോക്കാം. അത് ആക്ച്വലി SCRT ടെക്സ്റ്റിലുള്ള സെയിം വാല്യൂ തന്നെയായിരുന്നു. അതേ വാല്യൂ എടുത്ത് നമുക്ക് PSC ചോദിക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു ആ ചോദ്യം. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 8100 ഡിഗ്രി. അതിന് എത്ര വശങ്ങളുണ്ട്? അതായത് തുക ഓൾറെഡി തന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സൈഡ്, n-ന്റെ വില എത്ര എന്ന് വെച്ചു. വശങ്ങളുടെ എണ്ണം n ആണ്. വശങ്ങളുടെ എണ്ണം n ആവുമ്പോൾ n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ് എന്ത്? തുക. അതിൽ n കണ്ടെത്താനാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കാലോ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നോക്കാലോ. അപ്പൊ ഇങ്ങനെ വരും. n-2 ഇൻറ്റു 180 ഡിഗ്രി എത്ര കിട്ടണം? ഇത് ചെയ്യുമ്പോൾ 8100 ഡിഗ്രി കിട്ടണം. അപ്പൊ നമുക്ക് ഈ n-2 മാത്രമേ ഇവിടെ വെക്കാം. കാരണം നമുക്ക് n ആണ് കണ്ടെത്തേണ്ടത്, വശങ്ങളുടെ എണ്ണം. 180 ഡിഗ്രി അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആയി മാറും. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ളത് ലെഫ്റ്റ് സൈഡിൽ, ഗുണനത്തിലുള്ളത് റൈറ്റ് സൈഡിൽ, വലതുവശത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയി മാറും. അപ്പൊ ഇവിടെ 180 ഡിഗ്രി താഴെ വരും. ഇനി ഇതൊന്ന് വെട്ടി ചെറുതാക്കാം. അപ്പൊ ഇതൊന്നും കൂടെ ചെറുതാക്കും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ മേലെ 90 ആയി, താഴെ 9 കൊണ്ടാവുമ്പോൾ 2 ആയി. അപ്പൊ ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ 45 എന്ന് കിട്ടും. അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞ ആ ഒരു പരീക്ഷ കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, കുറെ പേര് നേരെ ചാടി കയറി 45 മാർക്ക് ചെയ്തു. 45 ആണോ ഉത്തരം? അല്ല, 45 എന്താണ്? 45 n-2 ആണ്. നമുക്ക് ഈ ഇക്വേഷൻ ഇപ്പൊ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് n-2 ആണ്. n എത്ര എന്നാണ് ചോദ്യം, എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ n-2 n കാണാനായിട്ട് ഈ -2 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും? 45 + 2 47. ഇവിടെ മൈനസ് ഉള്ളത് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി മാറും. ലെഫ്റ്റ് സൈഡില് ഇടത്തുവശത്ത് മൈനസിലുള്ള ഒരു സംഭവം വലത്തുവശത്ത് ഒരു സമവാക്യത്തിന്റെ അപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ആയി മാറും. അപ്പൊ 45 + 2 47 വശങ്ങളായിരിക്കും ആ ഒരു ചിത്രത്തിന് ഉണ്ടാവുക. 47 ഓപ്ഷൻ സി ആയിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഇവിടെ തുക തന്നിട്ട് വശങ്ങളുടെ എണ്ണം ചോദിച്ചു, നേരത്തെ വശങ്ങളുടെ എണ്ണം തന്നിട്ട് തുക ചോദിച്ചു. രണ്ടിലും യൂസ് ചെയ്യുന്നത് ഒരേ സമവാക്യം തന്നെയാണ്, ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേ മോഡലുള്ള ഒരു ചോദ്യം കൂടെ. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 4500 ഡിഗ്രി. അതിന് എത്ര വശങ്ങളുണ്ട്? അങ്ങനെയാണെങ്കിൽ എത്ര വശങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാ? ഇപ്പൊ ചെയ്തല്ലോ, അതേ മോഡൽ തന്നെ ചെയ്താൽ മതി. എന്താ ചെയ്യുന്നത്? n-2
ഇൻറ്റു 180 ഡിഗ്രി. ഇത് ചെയ്യുമ്പോൾ 4500 ഡിഗ്രി കിട്ടണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് n-2 പറയാം. n-2 എന്ന് പറഞ്ഞാൽ 4500 ഡിവൈഡഡ് ബൈ 180 എന്ന് വരും. ഒരു 0 ഇവിടെ, ഒരു 0 ഇവിടെ. ഇനി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മേലെ 50 താഴെ 2 ഉത്തരം 25. അപ്പൊ ഇവിടെയും ചാടി കയറി നമ്മൾ എന്ത് ചെയ്യരുത്, 25 മാർക്ക് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് അടിക്കും. കാരണം 25 അല്ല ഉത്തരം, n-2 ആണ് 25. n എത്ര? n 25 പ്ലസ് 2, 25 2 കൂട്ടം. ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, 27. ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ ഇത് അതേ പാറ്റേണിലുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ മുമ്പ് PSC ചോദിച്ച ചോദ്യത്തിന്റെ അതേ പാറ്റേണിൽ വേറൊരു ചോദ്യം, നമ്പേഴ്സിൽ മാത്രം ചേഞ്ച് വന്നു. ഇവിടെ തുക 4500, എത്ര സൈഡ് ആണെന്ന് ചോദിച്ചു. സോൾവ് ചെയ്തെടുത്തപ്പം സൈഡുകളുടെ എണ്ണം 27. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതും ടെക്സ്റ്റിന്റെ എക്സസൈസിലുള്ള ചോദ്യം തന്നെയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏവ? ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1600 ഡിഗ്രി ആവാം. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 900 ആവാം. 1ഉം 2ഉം ശരിയാണ്, 1 ശരിയും 2 തെറ്റുമാണ്, 1 തെറ്റും 2 ശരിയുമാണ്, 1ഉം 2ഉം തെറ്റാണ്. അപ്പൊ ഈ ഒരു നമ്പർ ആവാം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, n-2 ഇൻറ്റു 180 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന 1600 അതല്ലെങ്കിൽ 900 കിട്ടുന്നത്. അപ്പൊ നമ്മൾക്ക് ആദ്യം 1600 വെച്ച് നോക്കാം. അപ്പം എന്തായിരിക്കും ഇവിടെ ലോജിക്ക്? എന്തായാലും n-2 എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. കാരണം n സൈഡിന്റെ എണ്ണമാണ്. സൈഡിന്റെ എണ്ണം നമുക്ക് 2.5 സൈഡിൽ നിന്നോ 3.5 സൈഡിൽ നിന്നോ 4.5 സൈഡിൽ നിന്നോ ഒന്നും പറയാൻ പറ്റില്ല. സൈഡിന്റെ എണ്ണം എന്തായാലും ഒരു എണ്ണാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. 1 2 3 4 5 അങ്ങനെയുള്ള ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് തന്നെ ഈ ഒരു n-2 എന്ന് പറഞ്ഞ ഭാഗവും എന്തായിരിക്കും, അതും ഒരു എണ്ണൽ സംഖ്യ ആവാൻ പറ്റുള്ളൂ. 3 സൈഡ് ആണെങ്കിൽ 1 ആയിരിക്കും, 4 സൈഡ് ആണെങ്കിൽ അവിടെ 2 ആയിരിക്കും, 5 സൈഡ് ആണെങ്കിൽ അവിടെ 3 ആയിരിക്കും. അപ്പൊ ആ ഭാഗം എന്തായാലും ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. അപ്പൊ ആ ഭാഗം എണ്ണൽ സംഖ്യ ആവണമെങ്കിൽ ഈ 180 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, n-2 ഈ 180 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കണം, നമുക്ക് കിട്ടുന്ന തുക 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആവണം. അതായത് 180ന്റെ ഒരു മൾട്ടിപ്ലൈ നമുക്ക് തുകയായിട്ട് വരാൻ പറ്റുള്ളൂ. 180 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരമേ നമുക്ക് തുകയായി കിട്ടുള്ളൂ. അതാണ് ഇതിൽ നിന്ന് കിട്ടേണ്ട ലോജിക്ക്. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിനെ ഞാൻ വെട്ടി ചെറുതാക്കിയപ്പം 80/9 വെട്ടുന്നുണ്ടോ? കറക്റ്റായി ഡിവൈഡ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1600 ഡിഗ്രി ഒരിക്കലും ആവില്ല. കാരണം 1600നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ മാത്രമേ തുകയാവൂ. 180യുടെ ഒരു മൾട്ടിപ്പിൾ മാത്രമേ അവിടെ കോണുകളുടെ തുകയായി വരുള്ളൂ. അതാണ് ബേസിക് ലോജിക്. അപ്പൊ അടുത്ത നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് 900 ആണ്. 900നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 0 0 ക്യാൻസൽ ചെയ്തു. 90/18 5 തവണ പോകും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് ശരിയാണ്. അതായത് 2 പ്രസ്താവനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് 1600 ആവാം, ശരിയല്ല, അത് തെറ്റാണ്. 900 ആവാം, പോസിബിൾ ആണ്. അപ്പൊ 1 തെറ്റും 2 ശരിയുമാണ് എന്നുള്ളതായിരിക്കും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ സി വരും. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോയിന്റ്? ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. 180 ഡിഗ്രിയുടെ മൾട്ടിപ്ലൈ എപ്പോഴും എന്തായിട്ട് വരുള്ളൂ? എപ്പോഴും കോണുകളുടെ തുകയായിട്ട് വരുള്ളൂ. ക്ലിയർ ആണല്ലോ ആ പോയിന്റ്? കാരണം ഇക്വേഷൻ n-2 × 180 ആണ്. അതിൽ n ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പൊ n-2ഉം എണ്ണൽ സംഖ്യ ആവും. അതുകൊണ്ട് തന്നെ 180യുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പറേ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുള്ളൂ. പോയിന്റ് ഉള്ള നമ്പർ ആ ഡിവിഷനിൽ വരാൻ പാടില്ല. ഒരു ചോദ്യം കൂടെ ആ മോഡലിൽ നോക്കാം. ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980. വശങ്ങളുടെ എണ്ണം 1 കൂടുതലായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രി കൂടും. വശങ്ങളുടെ എണ്ണം 1 കുറവായാൽ കോണുകളുടെ തുക 360 കൂടും. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് നോക്കിയാൽ മതി. ഒരു വാല്യൂ, പെന്നിന്റെ വില 3 ആണെന്ന് വിചാരിക്കാം. അതായത് ത്രികോണമാണെന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യം 3 - 2 × 180 ആയി. തുക 180 തന്നെ. 1 × 180 180 തന്നെ.
ഇനി n 4 n 4 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 4 - 2 × 180. അപ്പൊ 2 × 180 360 ആയി. അതായത് ഒരു വശം കൂടുമ്പോൾ തുകയിൽ എന്ത് സംഭവിക്കുന്നു? 3 സൈഡ് ഉള്ളത് 4 സൈഡ് ആയപ്പോൾ ആ തുകയിൽ ഒരു 180യുടെ ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വശങ്ങളുടെ എണ്ണം 1 കൂടുതലായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രി കൂടും. ഈ ഒരു സംഭവം വെറുതെ തന്ന ഡാറ്റയാണ്. അത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കറക്റ്റ് ആയിരിക്കും. ഉത്തരം എന്തായാലും കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് കൂടുമ്പോൾ സമ്മിൽ 180 കൂടും. അതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കോണുകളുടെ തുക 180 കുറയും. 180 കൂടുമെങ്കിൽ 1 സൈഡ് കുറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ്? 360യിൽ നിന്ന് 180 കുറയാണ്. അപ്പൊ ഇവിടെ 180 കുറയും എന്നാണ് വേണ്ടത്. വശങ്ങളുടെ എണ്ണം 1 കുറവായാൽ കോണുകളുടെ തുക 180 ഡിഗ്രി കുറയും എന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ് വേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും പോയിന്റ്സ് മനസ്സിലാക്കിയത്, ഒന്ന് n - 2 × 180 ഡിഗ്രിയാണ് തുക. ഒരു സൈഡ് കൂടിയാൽ എന്നിന്റെ വില 1 കൂടിയാൽ തുകയിൽ 180 കൂടും. എന്നിന്റെ വില 1 കുറഞ്ഞു കഴിഞ്ഞാൽ, വശങ്ങളുടെ എണ്ണം 1 കുറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി തുകയിൽ കുറയും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ബഹുഭുജത്തിന്റെ അടുത്ത പോയിന്റ്സ് നോക്കാം. ഇനി എന്തൊക്കെ നോക്കാനുള്ള കാര്യം നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബഹുഭുജങ്ങളുടെ അകംകോണ് അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇന്റീരിയർ ആംഗിൾസ് ആന്തരകോണുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇനി എല്ലാ ബഹുഭുജങ്ങൾക്കും ആന്തരകോണ് പോലെ തന്നെ ഒരു പുറം കോണും ഉണ്ടാവും. എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യകോണ് എന്ന് പറയും. അപ്പൊ ആദ്യം ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ പ്രത്യേകതകളൊക്കെ പറയാം. അപ്പോ ഒരു ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ത്രികോണം വെച്ച് പറയാം. ഞാൻ ഒരു ത്രികോണമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഈ ഒരു ABCയുടെ BC ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു, കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അപ്പൊ ഇത് ഇവിടെ ഈ ഒരു വശവുമായി ചേർന്ന് ഇവിടെ ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ കോണാണ് ഇതിന്റെ ഒരു പുറം കോണ്. ഒരു പുറം കോണ് ഇതാണ്. അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വരക്കുമ്പോൾ നമുക്ക് വേറൊരു പുറം കോണ് കിട്ടും. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി വരക്കുമ്പോൾ ഇവിടെയും ഒരു പുറം കോണ് കിട്ടും. അപ്പൊ 3 അകംകോൺ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ 3 പുറം കോണും ഉണ്ടാവും. അപ്പൊ 4 വശങ്ങളുള്ള ഫിഗേഴ്സ് ആണെങ്കിൽ, ചിത്രമാണെങ്കിൽ അവിടെ 4 ബാഹ്യകോണുകൾ അല്ലെങ്കിൽ പുറം കോൺ ഉണ്ടാവും. 5 എണ്ണം ആവുമ്പോൾ 5 പുറം കോൺ ഉണ്ടാവും. 6 എണ്ണം ആവുമ്പോൾ 6 പുറം കോൺ ഉണ്ടാവും. ഓരോ അകംകോണിന്റെയും കൂടെ തന്നെ ഒരു പുറം കോണും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. പുറത്തൊരു എക്സ്റ്റീരിയർ ആംഗിൾ, പുറം കോണ് അല്ലെങ്കിൽ ബാഹ്യകോണ് എന്നും പറയാറുണ്ട്. ബാഹ്യകോണ് എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ കണ്ടെത്തും എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈ ഒരു ആംഗിൾ ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പൊ 60, 70, 130. അപ്പൊ ഇത് 50 ആയിരിക്കും. അപ്പൊ 3ഉം കൂടെ ഉള്ളിൽ 180 ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇത് 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഒരു രേഖീയ ജോഡി, ഒരു ലൈനിൽ നമ്മൾ ഒരു വര വരച്ച് 2 കോണുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോണുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും. അപ്പം ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 110 ആയിരിക്കും. സംശയമുണ്ടോ? 180 - 70 ചെയ്യേണ്ടി വരും. ഒരു ലൈനിൽ ഉണ്ടാക്കുന്ന 2 കോണുകൾ, ഈ ഒരു ലൈൻ ഉണ്ടാക്കുന്ന 2 കോണുകൾ, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 110 ആയിരിക്കും. അതേപോലെ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120 ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 130 ആയിരിക്കും. അപ്പോ അകംകോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുറം കോണ് കണ്ടെത്താം. 180 - അകംകോൺ ചെയ്താൽ നമുക്ക് പുറം കോണ് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട 2 പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, ഒരു ബഹുഭുജത്തിലെ പുറം കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആണ്. 360 എന്ന് പറഞ്ഞ നമ്പർ കോൺസ്റ്റന്റ് ആണ്. മറ്റേതിൽ നമ്മൾ n - 2 × 180 എന്നൊക്കെ ചെയ്തിട്ടായിരുന്നു കണ്ടെത്തിയത്. പക്ഷെ പുറം കോണ് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, നേരെ 360 എന്നങ്ങ് പറയാം. 2017 LDCയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു സമഷഡ്ഭുജത്തിലെ അല്ലെങ്കിൽ ഷഡ്ഭുജത്തിലെ ബാഹ്യകോണുകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചു. ബാഹ്യകോണുകളുടെ തുക. അപ്പൊ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 സൈഡാണ്. പക്ഷെ അത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയാം. കാരണം ബാഹ്യകോണുകളുടെ തുക എല്ലായ്പ്പോഴും 360 ആണ്. മറ്റേതുപോലെ മാറുന്ന സാധനമല്ല. ഏത് ഫിഗർ ആണെങ്കിലും, എത്ര സൈഡുള്ള ഫിഗർ ആണെങ്കിലും
സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് വിൽ ഓൾവേസ് ബി 360 ഡിഗ്രി. ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആണ്. ആ ഒരു പോയിന്റും കൂടെ എഴുതി വെക്കുക. പിന്നെ അടുത്തത് വരുന്ന പോയിന്റ്, ഒരു അകംകോണും ഒരു പുറംകോണും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പൊ ഒരു അകംകോണ് തന്നിട്ട് പുറംകോൺ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താം. അതുപോലെ പുറംകോണ് തന്നിട്ട് അകംകോൺ എത്രയെന്ന് ചോദിച്ചാലും നമുക്ക് കണ്ടെത്താൻ പറ്റും. അകംകോൺ 50 ആണെന്ന് വിചാരിക്കുക. പുറം എത്രയായിരിക്കും? 180 മൈനസ് 50 ആയിരിക്കും. 180 മൈനസ് 50 ചെയ്താൽ 130. ഇനി നേരെ തിരിച്ച് നമുക്ക് പുറംകോണ് തന്നു. പുറംകോണ് ഒരു 65 ആണ് എന്ന് തന്നു. അപ്പൊ അകം എത്രയെന്ന് ചോദിച്ചാൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 180 മൈനസ് 65 ചെയ്താൽ നമുക്ക് അതും കിട്ടും. അപ്പം ഇത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ എപ്പോഴും 180 ഡിഗ്രി ആണ്. അപ്പൊ ഒന്ന് കിട്ടിയാൽ മറ്റേത് കാണാൻ ഒരു പണിയുമില്ല. 180ൽ നിന്ന് കുറച്ചാൽ മതി. ഒന്ന് 10 ആണെങ്കിൽ മറ്റേ 170 ആയിരിക്കും. ഒന്ന് 20 ആണെങ്കിൽ മറ്റേ 160 ആയിരിക്കും. ഒന്ന് 30 ആണെങ്കിൽ മറ്റേ 180 ആയിരിക്കും. ഒന്ന് 40 ആണെങ്കിൽ മറ്റേ 140 ആയിരിക്കും. കാരണം ഇവരുടെ തുക എപ്പോഴും 180 ആയിരിക്കും. ഒരകം ഒരു പ്ലസ് ഒരു പുറം ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി ഇത് ബേസ് ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്ന് പറയാം. അപ്പൊ അതിനു മുന്നേ ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. ചോദ്യങ്ങൾ വരുന്ന വേറൊരു ഏരിയയാണ്. വശങ്ങൾ തുല്യവും കോണുകൾ തുല്യവുമായ ബഹുഭുജങ്ങളെ നമ്മൾ സമബഹുഭുജം എന്ന് വിളിക്കും. റെഗുലർ പോളിഗൺസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ എല്ലാ കോണും ഈക്വൽ ആയിരിക്കും. എല്ലാ കോണും എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം നമ്മൾ പറയാറുണ്ട്. 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ത്രികോണത്തിനെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. 3 വശവും തുല്യമാണ്. ഇതിന്റെ ഒരു കോണം 60 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും. അപ്പൊ ഇത് 3 60 ആയതുകൊണ്ട് തന്നെ ഈ 3 സൈഡും എന്തായിരിക്കും? അതും ഈക്വൽ ആയിരിക്കും. എ ബി സി ആണെങ്കിൽ എ ബിയും ബി സിയും എ സിയും ഒക്കെ ഈക്വൽ ആയിരിക്കും, ഒരേ നീളമായിരിക്കും. അപ്പൊ ഒരേ നീളവും ഒരേ കോണുമുള്ള ബഹുഭുജങ്ങളെ നമ്മൾ സമബഹുഭുജം എന്ന് വിളിക്കുന്നു. അത് ത്രികോണമാണെങ്കിൽ സമഭുജ ത്രികോണം എന്ന് വിളിക്കും. അത് ചതുരത്തിലാണെങ്കിൽ ചതുർഭുജത്തിലാണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ സമചതുരം എന്ന് വിളിക്കും. കാരണം സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അത് രണ്ടും വേണേ. ഇപ്പൊ നമ്മൾ റോംബസ് പറയാറുണ്ട്, സമഭുജ സാമാന്തരികം. അതിങ്ങനെ ചെരിഞ്ഞിട്ടാണ്. ഇവിടെ സൈഡൊക്കെ ഈക്വൽ ആണ്, പക്ഷെ ആംഗിൾ ഈക്വൽ ആണോ? ആംഗിൾ ഈക്വൽ ആവില്ല ഇവിടെ. ഇത് പറയാൻ പറ്റില്ല. നമുക്ക് സമചതുരമാണ് 4 വശത്തില് സമബഹുഭുജം എന്ന് പറയാവുന്ന ഒരു ഫിഗർ. വശങ്ങളുടെ നീളവും അതുപോലെ കോണും ഈക്വൽ ആയിട്ടുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ സമബഹുഭുജം റെഗുലർ പോളിഗൺസ് എന്ന് വിളിക്കുന്നത്. ഈ റെഗുലർ പോളിഗൺസിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാം ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം എന്താണ്? പുറംകോണ് 360 ആണെന്ന് അറിയാം. അപ്പൊ ഒരു പുറംകോണ് കിട്ടിയാൽ നമുക്ക് എന്ത് കാണാം? ഒരു പുറംകോണും സമബഹുഭുജവുമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് വശങ്ങളുടെ എണ്ണം കാണാം. എങ്ങനെയാണ് വരിക? നമുക്കറിയാം 360 ആണ് ടോട്ടൽ എന്ന് അറിയാലോ. 360 ഡിഗ്രി ആണ് ടോട്ടൽ എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സംശയമൊന്നുമില്ലല്ലോ. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യകോണുകളുടെ തുക എപ്പോഴും 360 ആണ്. അപ്പൊ എത്ര കോണുകളുണ്ടോ, എത്ര സൈഡ് ഉണ്ടോ അത്രയും കോണുണ്ടാവും. അപ്പൊ n ഇൻറ്റു ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യകോണ്. ഇത് ഗുണിച്ചാലാണ് 360 കിട്ടുക. കാരണം എല്ലാം ഈക്വൽ ആണ്. അപ്പൊ ഒന്നിനെ n കൊണ്ട് ഗുണിച്ചാൽ മതി. 3 സൈഡുള്ള ഫിഗർ ആണെങ്കിൽ 3 ഇൻറ്റു അങ്ങനെ ചെയ്യാം. 4 സൈഡ് ആണെങ്കിൽ 4 ഇൻറ്റു. അപ്പൊ സൈഡുകളുടെ എണ്ണം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? 360 ഡിഗ്രി ബൈ പുറംകോണ് എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സൈഡുകളുടെ എണ്ണം കാണാൻ, വശങ്ങളുടെ എണ്ണം കാണാൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറയും. ഇതേ കാര്യം തന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇനി ടെക്സ്റ്റിലുള്ള വേറെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അടുത്തത് വരുന്ന ഒരു ചോദ്യം, 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ പുറംകോണും എത്രയാണ്? അപ്പൊ കോണുകളെല്ലാം തുല്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം അതൊരു സമബഹുഭുജമാണ്. സമബഹുഭുജത്തിലെ ഒരു പുറംകോൺ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊത്തം 360 ആണ് നമുക്കറിയാം. തുക 360 ആണ് നമുക്കറിയാം. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 18. ഇവിടെ എന്നിന്റെ വില 18 ആയതുകൊണ്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഒരു പുറംകോൺ എത്രയെന്ന് ചോദിച്ചാൽ 360 ബൈ 18. കാരണം മൊത്തം 360, അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്.
വശങ്ങളുടെ എണ്ണം 18. അപ്പൊ ഓരോന്ന് എത്രയെന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ചെയ്യാം. പുറം കോണ് 20 ഡിഗ്രി ആയിരിക്കും. പുറം കോണ് 20 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഏത് സമബഹുഭുജമായാലും അതിന്റെ പുറം കോണ് കാണാൻ എളുപ്പമാണ്. 360 ഡിവൈഡഡ് ബൈ ഒരു പുറം കോണ് അല്ലെങ്കിൽ 360 ഡിവൈഡഡ് ബൈ സൈഡുകളുടെ എണ്ണം ചെയ്താൽ ഒരു പുറം കോണ് കിട്ടും. പുറം കോണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കാണാം. അകം കോണ് സാധാരണ കാണുന്ന കോണും കാണാം. ഇപ്പൊ ഇവിടെ ഇത് 20 ആണെങ്കിൽ നമുക്ക് മറ്റേത് എത്രയെന്ന് പറയാലോ. മറ്റേ കോൺ എത്രയെന്ന് വെച്ചാൽ 180 മൈനസ് 20 160. അപ്പോ സമബഹുഭുജം എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഉടനെ നമ്മുടെ ശ്രദ്ധ നമ്മൾ പുറം കോണിലേക്ക് കൊടുക്കുക. കാരണം പുറം കോണ് കണ്ടെത്താൻ എളുപ്പമാണ്. ഇതില് പുറം കോണ് നമുക്ക് നേരെ ഡിവൈഡ് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ സമബഹുഭുജമാണ് അല്ലെങ്കിൽ കോണുകളും സൈഡും ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ ഉടനെ നമ്മൾ കാണേണ്ടത് പുറം കോണാണ്. പുറം കോൺ ഉണ്ടെങ്കിൽ മറ്റേത് കാണാം. പുറം കോണ് കാണാൻ എളുപ്പവുമാണ്. തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. വേറൊരു ചോദ്യം നോക്കാം. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? അപ്പൊ കോണുകളെല്ലാം തുല്യമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു പുറം കോണ് എത്രയായിരിക്കും? ഒരു പുറം കോണ് 360/20 ആയിരിക്കും. ഒരു പുറം കോൺ എത്രയെന്ന് വെച്ചാൽ 360/20. 20 സൈഡ് ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ 18 ഡിഗ്രി ആയിരിക്കും. ഒരു പുറം കോണ് 18 ആണ്. ഇവിടെ എന്താ ചോദിച്ചത്? ഓരോ കോണും എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചത്. പുറം 18 ആണെങ്കിൽ അകം എത്ര? രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പൊ 180ൽ നിന്ന് 18 കുറച്ചാൽ മറ്റേത് നമുക്ക് കണ്ടെത്താം. 180 ഡിഗ്രി മൈനസ് 18 ഡിഗ്രി 162 ഡിഗ്രി ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും. ഈസി ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സമബഹുഭുജത്തിന്റെ ചോദ്യമാണെങ്കിൽ വേഗം പോയി പുറം കോണ് കണ്ടെത്താം. എക്സ്റ്റീരിയർ ആംഗിൾ വേഗം കണ്ടെത്താം. അത് കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം അവരുടെ തുക എപ്പോഴും 360 ആണ്. 360 എണ്ണം ഒരു കോണ്, ഒരു പുറം കോണ്. പുറം കോണ് ഉണ്ടെങ്കിൽ അകം കോണ് കാണാം. അകം കോണ് ഈസ് ഈക്വൽ ടു 180 മൈനസ് പുറം കോണ്. ഉത്തരം 162 ഡിഗ്രി ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ടൈപ്പ് ചോദ്യത്തിൽ ഇനി സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കും കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. സമബഹുഭുജത്തിലെ വശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 360 ഡിവൈഡഡ് ബൈ ഒരു പുറം കോണ്. ഇത് നേരെ തിരിച്ചും പറയാം. ഒരു പുറം കോണ് ഈസ് ഈക്വൽ ടു സമബഹുഭുജത്തില് ഒരു പുറം കോണ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ n. ഇങ്ങനെയും ചെയ്യാം. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യൂസ് ചെയ്യാം. 360 ബൈ പുറം കോണ് ചെയ്താൽ സൈഡ് കിട്ടും. 360 ബൈ സൈഡ് ചെയ്താൽ പുറം കോണും കിട്ടും. അവ എപ്പോഴും നമ്മുടെ ലോജിക്ക് കിടക്കുന്നത് പുറം കോണിലാണ്. അത് ഓർമ്മിച്ചാൽ മതി. സമബഹുഭുജമാണെങ്കിൽ പുറം കോണാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അയാൾക്കാണ് അവിടെ വില കൂടുതൽ. അകം കോണിനേക്കാളും അയാൾക്കാണ് ഇമ്പോർട്ടൻസ്. കാരണം അത് കിട്ടിയാൽ മറ്റേത് കാണാം ഓട്ടോമാറ്റിക് ആയിട്ട്. അതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇനി ആ രീതിയിൽ വന്ന 2-3 ചോദ്യങ്ങൾ നോക്കാം. ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ. അടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ. കോണുകളെല്ലാം തുല്യമായ ഒരു ബഹുഭുജത്തിന്റെ അപ്പൊ എന്തായി? സമബഹുഭുജമാണെന്ന് മനസ്സിലായി. സമബഹുഭുജമാണെന്ന് മനസ്സിലാക്കിയാൽ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പുറം കോണ് കണ്ടെത്തണം. ബഹുഭുജത്തിന്റെ ഒരു ബാഹ്യ കോണ് ബഹുഭുജത്തിന്റെ അകം കോണിന്റെ 2 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉള്ളിലുള്ള കോണ് അകം കോണ് 1x ആണെങ്കിൽ പുറം കോൺ എത്ര? ഇത് അകം 1x. അപ്പൊ പുറം ബാഹ്യം അതിന്റെ ഇരട്ടി 2x. നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എപ്പോഴും എത്രയേ വരുള്ളൂ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്തായാലും 180 വരുള്ളൂ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു അകം കോണും ഒരു പുറം കോണും കൂട്ടിയാൽ നമുക്കറിയാം 180 ആണ്. നമ്മൾ മുമ്പ് പഠിച്ചു. പുറം കോണിന്റെ തുക 360 ആണെന്ന് പഠിച്ചപ്പോൾ തന്നെ അതിന്റെ കൂടെ പഠിച്ചതാണ്. ഒരു അകം പ്ലസ് ഒരു പുറം എത്രയാണ്? 180 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ കൂട്ടുന്നു. 1x-ഉം 2x-ഉം കൂട്ടുന്നു. 180 കിട്ടണം. അപ്പൊ നമുക്ക് വേണ്ടത് പുറം കോണാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 3x 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം 1x 60 ആയിരിക്കും. അതായത് 180നെ 3 കൊണ്ട് ഹരിക്കുക 60. ഇനി 2x ആണ് വേണ്ടതെങ്കിൽ 60ന്റെ ഇരട്ടി എടുക്കുക 120 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? 2 കോണുകളും കിട്ടി. അകത്തുള്ള കോണ് 60 ഡിഗ്രിയാണ്. പുറത്തുള്ള കോണ് 120 ഡിഗ്രിയാണ്. ഇതിലൊന്നും സംശയമില്ലല്ലോ. കാരണം രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ് നമുക്ക് അറിയാം. പിന്നെ ഇവിടെ തന്നൊരു സെന്റൻസ് എന്താണ്? ഒരു ബാഹ്യ കോണ്
അകംകോണിന്റെ 2 മടങ്ങാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഇന്റീരിയർ ആംഗിളിന്റെ ഇരട്ടിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 1x 2x കൂട്ടിയാൽ 180 കിട്ടണം. 3 ഭാഗം 180, 1 ഭാഗം 60, 2 ഭാഗം 120. അപ്പൊ അതിലെ ഓരോ കോണും എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ 120 ആണ്. 60 ഓപ്ഷനിൽ ഉണ്ട്. ഏതാ നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം? നമുക്ക് 120യും 60യും ഓക്കെയാണ്. പക്ഷെ ഈ ഓരോ കോണും എത്ര ഡിഗ്രി ആണെന്ന് ചോദിക്കുമ്പോൾ ഏത് കോണാണ്? നോർമലി കോണ് എന്ന് പറയുമ്പോൾ ഏത് കോണാണ് നമ്മൾ എടുക്കുക? ഉള്ളിലുള്ള കോണാണ് എടുക്കുക. അപ്പൊ 120 നമുക്ക് പറയാൻ പറ്റൂല. നോർമലി ഞാൻ ഇട്ട ഓപ്ഷനാണ്, അതുകൊണ്ടാണ് 2 എണ്ണം വന്നത്. ഇത് 2 ഓക്കെയാണ്. പക്ഷെ ജസ്റ്റ് കോൺ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ എടുക്കുക എന്ത് കോണായിരിക്കും? ഉള്ളിലുള്ള കോണാണ്, അകം കോണാണ് നോർമലി എടുക്കുക. ഒരു കോണെന്ന് മാത്രം പറഞ്ഞാൽ അകം കോൺ എടുത്താൽ മതി. ബാഹ്യ കോണാണെങ്കിൽ അവർ പ്രത്യേകം എടുത്തു പറയും. 2 ഓക്കെയാണ്, 2 അതിലുള്ള കോണുകൾ തന്നെയാണ്. ഒന്ന് അകം കോണാണ്, ഒന്ന് പുറം കോണാണ്. ഇനി അടുത്ത ചോദ്യം, അതിന് എത്ര വശങ്ങളുണ്ട് എന്നുള്ള ചോദ്യമാണ്. ഇതിൽ തന്നെയുള്ള അടുത്ത ചോദ്യം, അതിന് എത്ര വശങ്ങളുണ്ട്? അപ്പൊ വശങ്ങളുടെ എണ്ണം n എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഒരു പുറം കോണ്. ഒരു പുറം കോൺ എത്രയാണ്? അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഒരു പുറം കോണ്. ഒരു പുറം കോണ് 120 ആണ്. 120 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമ്മുടെ ഉത്തരം 3 എന്ന് വരും. 3, നമ്മുടെ ഉത്തരം 3 ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. എങ്ങനെ വന്നത്? 360 ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ പുറംകോണ് കണ്ടെത്താൻ പറഞ്ഞാല് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സൈഡ് കണ്ടെത്താം. അത്രയേ ഉള്ളൂ ഇതിലുള്ള ലോജിക്ക്. 360 ബൈ പുറംകോണ് സൈഡ് ആയിരിക്കും. 360 ബൈ സൈഡ് ചെയ്താൽ പുറംകോണും ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യനും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് 2 ചോദ്യങ്ങൾ കൂടെ ഉണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഒരു സമബാഹുഭുജത്തിന്റെ ഒരു കോണ് 144 ഡിഗ്രിയാണ്. സമബാഹുഭുജാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കോണും തന്നിട്ടുണ്ട്. അപ്പൊ ഒരു കോൺ എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഒരു കോൺ എന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് കോണായിരിക്കും? ഒരു കോണ്, ജസ്റ്റ് കോൺ എന്ന് പറഞ്ഞു. കോൺ എന്ന് പറഞ്ഞാൽ അകമായിരിക്കും. അകം കോണ് 144 അപ്പൊ പുറം കോൺ എത്രയായിരിക്കും? പുറം കോണ് 180യിൽ നിന്നും 144 കുറച്ചാൽ നമുക്ക് പുറം കോണ് കിട്ടും. 36 ഡിഗ്രി ആയിരിക്കും. 360 അല്ല, 36 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര വശങ്ങളുണ്ട്? നമ്പർ ഓഫ് സൈഡ്സ്. സൈഡ്സിന്റെ എണ്ണം എന്നിന്റെ വില ചോദിച്ചാൽ 360 ഡിവൈഡഡ് ബൈ 36. പുറം കോണ് 36 ആണ്, 10 എന്ന് കിട്ടും. അതിന് എത്ര വശങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം 10. സംശയമൊന്നുമില്ലല്ലോ, ഉത്തരം 10. അടുത്തൊരു ചോദ്യം കൂടെ ഇതേ മോഡലിൽ നോക്കാം. അടുത്തൊരു ചോദ്യം, ഒരു സമബഹുഭുജത്തിന്റെ ഒരു കോണ് 168 ഡിഗ്രി. അതിന് എത്ര വശങ്ങളുണ്ട്? അപ്പൊ വീണ്ടും ഒരു കോണ് എന്ന് ജസ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് എന്ത് കോണായിരിക്കും? അത് അകം കോണായിരിക്കും. 168 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ പുറം കോൺ എത്ര? പുറം കോൺ എത്ര എന്ന് ചോദിച്ചാൽ 180 ഡിഗ്രി മൈനസ് 168 ഡിഗ്രി ഈസ് ഈക്വൽ ടു 12 ഡിഗ്രി. സംശയമൊന്നുമില്ലല്ലോ, രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ്. ഒന്ന് 160 ആണ്, മറ്റേ 12 ആയിരിക്കും. ഇനി വശങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 360യെ 12 കൊണ്ട് ഹരിക്കുക. 360യെ 12 കൊണ്ട് ഹരിച്ചാൽ വശങ്ങളുടെ എണ്ണം 30. 360 ബൈ 12 ചെയ്യാം. നമുക്ക് 30 വശങ്ങളുണ്ട് എന്ന് കിട്ടും. 30 വശങ്ങളുണ്ട് എന്ന് കിട്ടും. നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. 15 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? പുറം കോണോ? 2 കോണുകളും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത് ഏത് കോണാണ്? എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത് പുറം കോണാണ്. കാരണം ഈ സമബഹുഭുജമാണ് എന്ന് കണ്ടാൽ ഉറപ്പിച്ചോ പുറം കോൺ ഒറ്റ സ്റ്റെപ്പിൽ എടുക്കാം. എങ്ങനെ എടുക്കാം? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം. വശങ്ങളുടെ എണ്ണം 360 ബൈ 15 ഡിവൈഡ് ചെയ്യുമ്പോൾ 24 ഡിഗ്രിയാണ് പുറം കോൺ. അപ്പൊ പുറം കോൺ 24 ആണെങ്കിൽ അകം കോൺ എത്രയായിരിക്കും? അകം കോണ് കാണാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം പുറം പ്ലസ് അകം 180 ആണ്. 180 മൈനസ് 24 ഡിഗ്രി. 180യിൽ നിന്ന് 24 കുറച്ചു 156 ഡിഗ്രി 24. ഇത് രണ്ടും വരുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പൊ എന്താ ചെയ്യാനുള്ളത്? സമബഹുഭുജമാണെങ്കിൽ നേരെ പുറം കോണ് കാണാം. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈഡിന്റെ എണ്ണം ഒരു പുറം കോണായിരിക്കും.
ഒരു പുറംകോണ് കിട്ടിയാൽ അകംകോണ് കാണാം. ഇനി തന്നത് ഒരു പുറംകോണാണെങ്കിൽ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ പുറംകോണ് ചെയ്താൽ വശങ്ങളുടെ എണ്ണവും കാണാം. ഈ രണ്ട് ഇക്വേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു പാഠത്തിലെ SCERTയിലെ ഈ ഒരു 8ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ബഹുഭുജങ്ങൾ എന്ന് എഴുതിയിട്ടുള്ള ഈ പാഠത്തില് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇത് ബേസ് ചെയ്തിട്ട് PSC ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. LDC ആണെങ്കിലും LPUP ആണെങ്കിലും എപ്പോഴും 2-3 തവണ ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ആദ്യം മുതൽ ഞാൻ ഫുള്ള് സമ്മറൈസ് ചെയ്ത് പറയാം. ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്ര സൈഡ് ഉള്ള ബഹുഭുജമാണെങ്കിലും അതിലെ കോണുകളുടെ തുക കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. n-2 ഇൻറ്റു 180 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ ബഹുഭുജത്തിന്റെ സൈഡുകളുടെ എണ്ണം. 3 സൈഡുള്ള ഫിഗർ ആണെങ്കിൽ 3 - 2 ഇൻറ്റു 180. 4 സൈഡ് ആണെങ്കിൽ 4 - 2 ഇൻറ്റു 180. 5 സൈഡ് ആണെങ്കിൽ 5 - 2 ഇൻറ്റു 180. സംശയമൊന്നുമില്ലല്ലോ. അടുത്തത് ബഹുഭുജത്തിലെ പുറംകോണുകളും അകംകോണുകളും തമ്മിലുള്ള ബന്ധം. ഒറ്റ ബന്ധേ ഉള്ളൂ, പുറം പ്ലസ് അകം. അതായത് ഒരു സൈഡിലുള്ള പുറം പ്ലസ് അതിന്റെ തൊട്ടടുത്തുള്ള അകം, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേത് കണ്ടെത്താൻ ഒരു പണിയുമില്ല. ഒന്ന് 30 ആണെങ്കിൽ മറ്റേത് 180 - 30 ആയിരിക്കും. ഒന്ന് 50 ആണെങ്കിൽ മറ്റേത് 180 - 50 ആയിരിക്കും. ഒന്ന് 36 ആണെങ്കിൽ മറ്റേത് 180 - 36 ആയിരിക്കും. 180 ആണ്, രണ്ടും കൂടെ കൂട്ടിയാൽ ഒന്നുണ്ടെങ്കിൽ മറ്റേത് കാണാം. ക്ലിയർ ആണല്ലോ. മൂന്നാമത് നമ്മൾ പഠിച്ച പോയിന്റ് പുറംകോണുകളുടെ തുക. ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, 360 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അതിൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല. 360 ഡിഗ്രി കോൺസ്റ്റന്റ് ആണ്. അടുത്തത് സമബഹുഭുജങ്ങൾ തിരിച്ചറിയുന്നു. എന്ത് തിരിച്ചറിയുന്നു പറഞ്ഞാൽ എന്താണ്? എല്ലാ കോണും എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സമബഹുഭുജം. ഇംഗ്ലീഷിൽ റെഗുലർ പോളിഗൺസ്. റെഗുലർ പോളിഗൺസ്. ഇതിൽ പെട്ട 2 ഫിഗേഴ്സ് നമുക്ക് അറിയാം. ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇംഗ്ലീഷില്. മലയാളത്തില് സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം. 3 സൈഡും 3 കോണും ഈക്വൽ ആണ്. 4 വശങ്ങളുള്ള ഫിഗറിലും നമുക്ക് ഒരാളെ അറിയാം. ആരാണ്? സമചതുരം. സമചതുരത്തിന്റെ 4 വശങ്ങളും ഈക്വൽ ആണ്, 4 കോണുകളും തുല്യമാണ്, 4ഉം 90 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി 5ാമത് പഠിച്ച പോയിന്റ് കോണളവ് ഉപയോഗിച്ച് സമബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണം കണ്ടെത്താം. അത് ഏത് കോണളവ് ഉപയോഗിച്ചിട്ടാണ്? പുറംകോണാണ്. സമബഹുഭുജം എന്ന് കണ്ടാൽ ഉടനെ പുറംകോണിനെ കുറിച്ച് ആലോചിക്കുക. പുറംകോണാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ വശങ്ങളുടെ എണ്ണം n കാണാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഒരു പുറംകോണ്. ഒരു പുറംകോണ്. ഇത് നേരെ തിരിച്ചും യൂസ് ചെയ്യാം. പുറംകോൺ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ n, വശങ്ങളുടെ എണ്ണം. ഇത് രണ്ടും ഈ അവസാനത്തെ പോയിന്റിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ഈ ഒരു പാഠം വളരെ വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് വരാവുന്ന പരമാവധി പോസിബിലിറ്റിയിലുള്ള എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ വീഡിയോയുടെ താഴെ എല്ലാവരും രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.